ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം കൂടി നോക്കാം കേട്ടോ. അതായത് നമ്മുടെ നിധി ഇപ്പോൾ പെട്ടിരിക്കുകയാണല്ലോ. നിധിനെ എന്തായാലും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ശിവാനിയാണ് ഈ തെളിവുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മേലേക്ക് മേലെ നിധിക്കെതിരെ കേസ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗൗതം വീണ്ടും നിധിനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. നിധിനെ അവസ്ഥയിൽ കണ്ടിട്ട് സഹിക്കണില്ല. അപ്പോൾ നിധിയോട് അവിടുത്തെ പോലീസ് പറയുന്നുണ്ട്, ഇതേ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഗൗതം മഞ്ഞാന്ന് വെച്ച് ചാടി വരികയാണ് കേട്ടോ നമ്മുടെ നിധി. എന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, അത് എന്താ ഇവിടെ എല്ലാവരും എന്തൊക്കെ തെളിവാണ് നിനക്കെതിരെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ശിവാനി, നീ മയക്കമരുന്ന് കൊടുത്തു, കുട്ടീനെ കളയാൻ നോക്കി എന്നൊക്കെ പറയണത്. പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിക്കണില്ല. നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ നിധി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യമാണോ, നീ അവൾക്ക് മയക്കമരുന്ന് കൊടുത്തു, അവളുടെ പ്രഗ്നൻസി കളയാൻ നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഞാൻ മയക്കമരുന്ന് കൊടുത്തു ഗൗതം എന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പെട്ടെന്ന് ഞെട്ടാണ്, നീ എന്ത് പണിയെ കാണിച്ചത്? അപ്പോൾ അതിനർത്ഥം അവർ പറഞ്ഞത് ശരിയാണോ, നീ അവളുടെ കുഞ്ഞിനെ കളയാൻ നോക്കിയെന്നാണോ എന്ന് ചോദിക്കും കേട്ടോ. അല്ല, കുഞ്ഞിനെ കളയാനല്ല ഞാൻ നോക്കിയത്, ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളുടെ പൊളിഗർഭം കൊണ്ടുവരാൻ വേണ്ടി, വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഗൗതം ആകെ തകർന്നു പോയിട്ടോ. എന്നിട്ട് പറയുന്നത്, നീ എന്തൊക്കെയാണ് നിധി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പോൾ ഞാനൊരു സന്തോഷത്തിൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നീ ഇപ്പോൾ എന്നെ വിട്ടു പോയില്ലേ, നമ്മൾ നീ ഇല്ലാതെ ഞാനില്ല നീ ഇല്ല എന്നും പറഞ്ഞിട്ട് ജീവിച്ചിരുന്നവരെ. അപ്പോൾ നീ എന്നെക്കുറിച്ചൊന്നും ആലോചിക്കുന്നുണ്ടോ? എൻ്റെ അവസ്ഥ നീ ആലോചിക്കുന്നുണ്ടോ? നീ ഇല്ലാതെ ഞാൻ എങ്ങനെ കഴിയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗൗതം കുറേ ചീത്ത പറയുന്നുണ്ട്, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് നീയാണ് ആ വീട് നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ട് നടന്നേ. നിനക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, അവൾ പ്രഗ്നൻ്റ് ആവില്ലാതിരിക്കുക, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമില്ല എന്ന് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റുമോ, നമ്മൾ അവളെ അങ്ങനെ വിട്ടിട്ട് അവൾ നമ്മളെ വിട്ടു. എൻ്റെ ഗൗതം പാവം എല്ലാം ശരിയാക്കി ലാസ്റ്റ് സോയിൽ റിപ്പോർട്ടിൻ്റെ കേസിൽ അവളും CKCയും കൂടിയിട്ട് കളിച്ചത് കണ്ടില്ല, ആ ദേഷ്യത്തിൽ ഞാൻ ചെയ്തതാണ്. അതും അവളുടെ കള്ളഗർഭം പൊളിക്കാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗൗതമിനോട് പറയണ്ടേ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറക്കണം, എനിക്കിവിടെ ഗൗതമിന് പിരിഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല, ഇത്രയും വർഷം ഞാൻ ഇവിടെ കിടക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ. അപ്പോൾ ഗൗതം ശക്തി കൊടുത്തിട്ട് പോരുകയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ പാറു കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. പാറു പറയുന്നുണ്ട്, എന്തായി നീതിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പാറു ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. പാറു പറയുന്നുണ്ട്, എനിക്കും കൂടി അറിയാവുന്ന കാര്യമായിരുന്നു എന്ന് പറയുമ്പോൾ ഗൗതമിന് അതിലേറെ ദേഷ്യം വരികയാണ്. ഗൗതം പറയുന്നുണ്ട്, എന്താ പാറു ഇത്, പാറു അല്ലേ ഇതൊക്കെ തിരുത്തേണ്ടിയിരുന്നേ, അവൾ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്ത് വെച്ചിട്ട് അതിന് കൂട്ടു നിൽക്കുമായിരുന്നു പാറു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പറയും, എനിക്ക് സഹിക്കില്ലട മോനെ, അവൾ അങ്ങനെ ഉദ്ദേശത്തിൽ ചെയ്തതല്ല എന്നും പറഞ്ഞിട്ട് പാറും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. നീ എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, അവളെ അവിടെ നിന്ന് ഇറക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞാലോ, എനിക്കും കൂടി അറിയണ കാര്യമാണെന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പാറു വെറുതെ വിഡ്ഢിത്തരം പറയാതിരിക്കും. ഇനിയിപ്പോൾ അഥവാ പാറു അങ്ങനെ ചെന്ന് പറഞ്ഞാൽ പോലും നിധീനെ ഒരിക്കലും വിടാൻ പറ്റണില്ല, പാറുവിനും കൂടി വിളിച്ച് ഇതിടുക എന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കും. അതുകൊണ്ട് എന്നോട് ഈ പറഞ്ഞ കാര്യം വീട്ടിലല്ല വേറെ എവിടെ ആരോടും പറയരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ ഗൗതം. എന്നിട്ട് പറഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട്, എന്ത് ചെയ്തിട്ടായാലും ഞാൻ നിധീനെ ഇറക്കും എന്ന് പറയട്ടെ. അതിലേക്ക് ഗൗതം പറയട്ടെ, എനിക്ക് എന്തൊക്കെ തെളിവുകളാണ് പറഞ്ഞു, എനിക്ക് വിശ്വാസം പോയിന്ന് മാത്രമല്ല എനിക്ക് പേടിയുമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ തളരരുത് ഗൗതം, എങ്ങനെ പോയാലും നിധീനെ ഇറക്കി കൊണ്ടുവരണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പാറു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ശരി ഞാൻ എന്തായാലും വക്കീലിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ ശിവാനിയുടെ അമ്മ ഓടിച്ചെന്ന് കയറുന്നുണ്ട്. എടി നിധി എന്ന് വിളിച്ചിട്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ SI ചോദിക്കേണ്ട, എന്താ ആരാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശിവാനിൻ്റെ അമ്മയാണെന്ന് പറയും. ഇരിക്കൂ, ഭയങ്കര സ്വീകരണമാണ് കേട്ടോ, ഇരിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, അവളെവിടെ, നിധി എവിടെ, എനിക്ക് അവളെ കണ്ടിട്ട് 4 വർത്തമാനം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ടോ. അപ്പോൾ അവളെ ജയിലിലിട്ടിരിക്കുകയാണ്, അതൊക്കെ നിയമം നോക്കിക്കോളും, അവൾ ഒരു കാലത്തും പുറത്തിറങ്ങരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിയമം നോക്കിക്കോളും, നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാനീ അവൾക്കുള്ള തെളിവിന് കൂടി ഞാനൊരു കേസും കൂടി തരാൻ വന്നതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ ചെറുപ്പം മുതലേ എൻ്റെ മോളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു, ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നിട്ട് എൻ്റെ ചിലവിൽ ജീവിച്ചിട്ട് എൻ്റെ മോളെ നന്നായി ഉപദ്രവിക്കും. ഇതിന് മുന്നേ അവൾ ഇങ്ങനെ എൻ്റെ മോളുടെ ഗർഭം കളയാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു കേസ് എഴുതി തന്നു കഴിഞ്ഞാൽ കേസ് ഒന്നുകൂടി സ്ട്രോങ് ആവില്ലേ, അപ്പോൾ പിന്നെ അവൾ പുറത്തിറങ്ങില്ലല്ലോ. ഇപ്പോഴാണ് അവൾ ഒന്ന് പെട്ടിരിക്കണേ, ഇനി അവൾ പുറത്തിറങ്ങരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിധി അങ്ങനെ അത്രയും വൃത്തിയായിട്ട് അവളായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് SI.
എന്നിട്ടൊരു പേപ്പറും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ അമ്മ അങ്ങനെ പരാതി മേലേക്ക് മേലെ പരാതി ഒന്നും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ, നിധിക്കെതിരെ സ്ട്രോങ് ആയിട്ട്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ശിവാനിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ശിവാനി വിളിച്ചിട്ട് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്, ഞാൻ അവൾക്കെതിരെ കേസ് കൊടുത്തു നീ പറഞ്ഞ പോലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. എനിക്ക് നീ അത് പറയണത് കേട്ടപ്പോൾ തൊട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല മോളെ, എന്ത് ധൈര്യം ഉണ്ടായിട്ട് അവൾ അങ്ങനെ ചെയ്തത്. ഭാഗ്യത്തിന് എൻ്റെ മോളൊന്ന് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിലോ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തായി എന്നെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി അവിടെ നിന്ന് ഫോണിലാണല്ലോ ശിവാനി, പിന്നെ ഇല്ലാത്ത കുഞ്ഞിനെങ്ങളിപ്പോൾ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ മനസ്സിൽ പറയണ്ട കേട്ടോ, ഈ അമ്മയ്ക്ക് എന്തറിയാം എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട്. അപ്പോൾ എന്താടി ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുക. അതൊന്നുമില്ല അമ്മേ, നീ ഇങ്ങോട്ട് വായോ, നമുക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് കേട്ടോ, നിധീനെ ഒന്ന് കാണണം എന്ന് പറയും. അപ്പോൾ ഞാൻ വരണോ വരണം, എന്നാൽ അമ്മ വെയിറ്റ് ചെയ്യും, ഞാൻ വരാമെന്നും പറയും കേട്ടോ. എന്നിട്ട് കാണുമ്പോൾ മാത്രമല്ല എന്നാലും വർത്താനം പറയേണ്ടവളുണ്ട്, അവൾ ജയിലിൽ കിടക്കണിട്ട് എനിക്കൊന്ന് സന്തോഷിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മയും മോളും കൂടി വന്നു കേട്ടോ. അപ്പം നിധി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ വന്നിട്ട് വേറെ ആൾ വന്നിട്ട് പറയും, നിധിക്ക് വിസിറ്റേഴ്സ് ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പം എന്ത് വിചാരിക്കും, ഇതാരപ്പോൾ ഇത് ഗൗതം ഇപ്പോൾ വന്നിട്ട് പോയല്ലുള്ളൂ, ആരാ ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും അതറിയില്ല എന്ന് പറയും. അപ്പം നീതി ഇങ്ങനെ വരുന്ന നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും അമ്മയും മോളും. അപ്പോൾ നീതി ഇങ്ങനെ തിരിച്ചു പോകാനായിട്ട് നിൽക്കൂട്ടാ. എന്താടി പേടിച്ച് പോകണം വയ്ക്കും. അപ്പോൾ നീതി പുച്ഛിച്ചിട്ട് പറയും, പേടിക്കാൻ മാത്രം നിങ്ങൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ എന്ന് പറയും. അപ്പോൾ ജയിലിൽ കിടന്നിട്ടുള്ള അഹങ്കാരത്തിൻ്റെ ഒരു കുറവില്ല എന്ന് പറയും. നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പറയും ഞാൻ ജയിലിൽ കിടക്കണം, നീ ജയിലിൽ കിടക്കണം, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അത് ആസ്വദിക്കാൻ, അത് പറയാനല്ലേ വന്നത്, വേറെ ഒന്നുമില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ശിവാൻ്റെ അമ്മ പറയും, അത് വേറൊരു സന്തോഷമല്ലേടി, അതിന് മേലെയാണിത് എന്ന് പറയട്ടെ. നീ എന്ത് തരണ്ടായിട്ടാ, ചെറുപ്പം മുതലേ എൻ്റെ മോളെ നീ ഉപദ്രവിക്കും, എന്താ എൻ്റെ വീട്ടിൽ ചോറ് നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ കാശും മേടിച്ചിട്ട് പിന്നെ എൻ്റെ മോളെ ഉപദ്രവിക്കും, നിനക്കിതല്ല ഇതിന് മേലെ കിട്ടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ ഗൗതമ്മൻ്റെ കൂടെയുള്ള നിൻ്റെ ജീവിതം തന്നെ എൻ്റെ മോള് തന്ന ദാന, എന്നിട്ട് അതുപോലും നിനക്ക് ഒരു നന്ദി, അതിൻ്റെ ഒരു നന്ദി പോലും നിനക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എൻ്റെ മോൾക്ക് മയക്കമരുന്നും കൊടുത്ത് അവളുടെ കുഞ്ഞുങ്ങളെയും കളയാൻ നോക്കിക്കുക അല്ലേ എന്ന് പറയട്ടാ. അപ്പോൾ നിധി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, ഭയങ്കര ചിരിയിട്ടാ. എന്താന്ന് നിങ്ങളുടെ മോൾക്ക് ഞാൻ മയക്കമരുന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ മോളുടെ കുട്ടികളെ കളയാൻ നോക്കിയെന്നോ? നന്നായി എടി ശിവാനി, നീ നാട്ടുകാരെ മാത്രമല്ലല്ലേ നിൻ്റെ വീട്ടുകാരെ, നിൻ്റെ അമ്മയെ, സ്വന്തം അമ്മേനെ വരെ നീ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവാനി ബൊബ്ബ അടിക്കണ്ട, ഒന്നിങ്ങനെ പതറിയിട്ടാ. നിങ്ങൾ വെറുതെ വിടിയാവണ്ട. എന്നിട്ട് അമ്മയോട് പറയുന്നത്, നിങ്ങൾ വെറുതെ വിടിയാവണ്ട, ഇത് നിങ്ങളുടെ മോള് ഗർഭിണിയൊന്നും ഒക്കെ കള്ളഗർഭാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മായി ഇങ്ങനെ നോക്കുന്നുണ്ട് ശിവാനീനെ. കണ്ട അല്ലമ്മേ, ഞാൻ ശരിക്കും ഗർഭിണി തന്നെയാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കണ്ട അവൾ പറയണ കണ്ട അമ്മ, നമ്മുടെ പേരക്കുഞ്ഞുങ്ങൾ പോലും ഇല്ല, നുണയാന്ന് പറയണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. വെറുതെ അല്ലടി നിനക്ക് ഇങ്ങനെ ഒരു ചിന്തഗതിയില്ല, നിനക്ക് ഇങ്ങനെ തന്നെ കിട്ടിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, നിങ്ങൾ എന്ത് പറഞ്ഞാലും കഴിയില്ല, എൻ്റെ ഗൗതം എന്നെ ഇവിടെ നിന്ന് ഇറക്കുമെന്ന് പറയും. അപ്പോൾ പറയും, പിന്നെ അതൊക്കെ നിൻ്റെ വെറും വിചാരം മാത്രമാണ്, ഞാൻ അതിന് നിന്നെ സമ്മതിക്കില്ല, നീ എന്തായാലും നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കില്ല, നോക്കിക്കോ, അതിന് ഞാൻ വേറെ പണി വെച്ചിട്ടുണ്ട് എന്ന് പറയട്ടെ. അപ്പം നിധി ഇങ്ങനെ നോക്കും. അപ്പോൾ പറയുന്നുണ്ട്, ഞാനും കേസ് കൊടുത്തിട്ടുണ്ട്, എൻ്റെ മോള് കേസ് കൊടുത്തത് അവളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയുള്ളൂ, ഞാൻ എൻ്റെ മോളുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഞാനും വേറെ കേസ് കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും വെച്ചിട്ട്. നീ ഇനി ഇവിടെ നിന്ന് ഇറങ്ങില്ല, നീ പെട്ടെന്ന് തന്നെ, നീ എന്തായാലും ഇനി കാലങ്ങളോളം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കഴിയേണ്ടി വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയണം, നിങ്ങൾ എന്തൊരു വിഡിത, ഇവളുടെ അമ്മയല്ലേ നിങ്ങൾ അങ്ങനെ ഇനി ചെയ്യുള്ളൂ, ഇവളെ കൊടുത്തതേ കള്ളക്കേസ്, അതിനും പുറമെ നിങ്ങൾ ആ കള്ളക്കേസിന് കൂട്ടി നിൽക്കാൻ വേണ്ടി വേറൊരു കള്ളക്കേസ്, നിങ്ങൾ ഇത്ര വിഡ്ഢിയാവരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിധി കുറേ ഇങ്ങനെ അവരുടെ അടുത്ത് തട്ടി കയറിയിട്ട് നിൽക്കണം, അല്ലാണ്ട് പാമ്പോലും എന്നല്ല നിധി നിൽക്കണത്. അവസാനം നിധി പോവാണ്, ഡേഡി എന്ന് വിളിക്കുന്നുണ്ട് പോകുമ്പോൾ, പറയാനുള്ളതൊക്കെ പറഞ്ഞെങ്കിൽ പോ എന്നും പറഞ്ഞിട്ട് നിധി അങ്ങനെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ അവളുടെ അഹങ്കാരം, കണ്ടില്ലേ മോളെ, ഇതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് അവളുടെ അഹങ്കാരത്തിനൊരു കുറവില്ല. അപ്പോൾ ശിവാനി പറയേണ്ട അമ്മ എടുത്ത്, അവൾക്ക് അറിയില്ല അമ്മ, അവളെ രക്ഷപ്പെടില്ല, അവളെ എന്നേക്കായിട്ട് പെട്ടു എന്ന് അവൾക്ക് അറിയില്ലോ, ചുറ്റും സ്ട്രോങ്ങും എവിഡൻസൊക്കെയാണ് അവളുടെ പേരിലുള്ളത്, അവൾ അഹങ്കരിക്കട്ടെ, അവൾ അവിടെ കിടക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് ഇവിടെ ആസ്വദിക്കാം. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ ജോലി നോക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിധിക്ക് വീണ്ടും കേസിൻ്റെ മേലെ കേസൊക്കെയാണ്, രക്ഷപ്പെടുമായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബായ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.